എളുപ്പത്തിലൊരു എണ്ണ കാച്ചിയാലോ? എണ്ണ കാച്ചാൻ ആവശ്യമായ സാധനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. വലിയ പാൻ വേണേ, കാരണം ഇത് നല്ലോണം തിളച്ച് പോകും. അപ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ള ഒരു പാൻ വേണം. അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ ആട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിൽ അടിഭാഗം ഉണ്ടായില്ല, കക്കൊക്കെ ഉള്ളത്, ആ ഭാഗമാണ് യൂസ് ചെയ്യുന്നത്. അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരച്ച് വെച്ച സാധനങ്ങൾ, മൈലാഞ്ചി, കറിവേപ്പില, കഞ്ഞുണ്ണി, ചെമ്പരത്തി, അതുപോലെ തന്നെ പനിക്കൂർക്ക, തുളസി, ഇതെല്ലാം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. മിക്സിയിലാണ് ഞാൻ അരച്ചിരിക്കുന്നത്. നമ്മൾ അമ്മിക്കല്ലിൽ ഒന്ന് ചതച്ചെടുക്കണം ഏറ്റവും നല്ലത്. ഇവിടെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെ അരയ്ക്കുന്നത്. ഞങ്ങൾ നാട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ അമ്മിക്കല്ലിൽ ചതച്ചാണ് എടുക്കുന്നത്. എൻ്റെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്ന സാധനമാണ്. മോന് കുഞ്ഞായിരിക്കുന്ന മുതലേ മോൾക്കും മോനും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ട് നന്നായി തിളച്ച് വേകണം. നമ്മൾ 1 ലിറ്റർ എണ്ണയാണ് വെച്ചാൽ 1/2 ലിറ്റർ എണ്ണയാവണം വറ്റിയിട്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇത് ആയിട്ടുണ്ട്, വറ്റിയായിട്ടുണ്ട്. അങ്ങനെ ആയ ശേഷം നമ്മൾ ഇതിലേക്ക് 2 ചെറിയുള്ളി മുറിച്ച് ഇടണം. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടും. അത് ഇട്ട ശേഷം നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കണം. അപ്പോൾ പിന്നെ ഒരുപാട് നേരം ഒന്നും വയ്ക്കാൻ പറ്റില്ല. പിന്നെയും തിളച്ച് നല്ലോണം വറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി തിളച്ച് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ആറിയ ശേഷം നമുക്കൊരു വെള്ള തുണി വിരിച്ചിട്ട് ഒരു പാത്രത്തേക്ക് പകർത്തി വെക്കണം. നമ്മൾ മൊത്തത്തിൽ ഒരു ഇതിൽ തന്നെ ഒഴിക്കാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടത് ഇത്തിരി ഇതുപോലെ ഒരു ബോട്ടിലാക്കുക. ബാക്കി ഇതുപോലെ നമ്മൾ കഴിയുമ്പോൾ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം മൊത്തത്തിൽ നമ്മൾ ഒരു പാത്രത്തിലാക്കി പെട്ടെന്ന് ചളിക്കുക.